ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റേറ്റ് കലോത്സവത്തിന് പോവാണ്. ആരെ സ്റ്റേറ്റ് കലോത്സവമാണെന്ന് അറിയണ്ടേ? അമ്മയുടെ സ്റ്റുഡൻ്റായ ദേവുക്കുട്ടീൻ്റെ സ്റ്റേറ്റ് കലോത്സവമാണ്. അപ്പോൾ ദേവു പങ്കെടുക്കുന്നത് ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനുമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ 4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു പാലക്കാടേക്ക്. അപ്പോൾ നമ്മളിതാ അങ്ങനെ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 4 മണിക്കൂറൊക്കെ ബസ്സിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ സ്കൂളിന് മുന്നേ തന്നെ സംസ്ഥാന കലോത്സവം എന്ന് എഴുതി വെച്ചതന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഗൈസ്. മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ് കലോത്സവമാണ്. അപ്പോൾ ഇവിടെ നിന്നാവട്ടെ ഞങ്ങളെ തുടക്കങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ സ്കൂളിന് മുന്നിലുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞാനും ദേവു ഇടിയപ്പവും ചിക്കൻ കറിയും കഴിച്ചു. അമ്മയും ദേവുവിൻ്റെ സ്കൂളിൽ നിന്ന് 2 ടീച്ചേഴ്സ് വന്നിരുന്നു. അപ്പോൾ ദേവുവിൻ്റെ ടീച്ചേഴ്സും അമ്മയും പിന്നെ ദേവുവിൻ്റെ അമ്മ എല്ലാവരും കൂടിയിട്ട് ചായയും പിന്നെന്താ കുറച്ച് പൊരിക്കടികളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ തങ്ങുന്നത്, സ്കൂളിൽ തന്നെയാണ് തങ്ങുന്നത്. അവിടെ റൂമൊക്കെ നല്ല ക്ലീനാക്കി നല്ല റെഡിയാക്കി പായൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ കേട്ടോ ഗൈസ്. അപ്പോൾ സ്കൂളിൻ്റെ പേരും കൂടി ഞാൻ ഒന്നും കൂടി സൂം ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കൂളിനുള്ളിലോട്ട് കയറി. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഡെക്കറേഷൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങൾ റൂമിലോട്ട് കയറുകയാണ്. അവിടെ സ്കൂളിൽ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി വന്നത്. ഞങ്ങൾ റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും ദൈവവും കളിക്കുന്നത്. അവിടെ ഇറങ്ങി വന്നപ്പോൾ ഗൈസ് ഞങ്ങളൊരു മയിലിനെ കണ്ടു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും അമ്മയും പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയായിരുന്നു. സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറേ പോകാണ്ടായിരുന്നു, കാരണം എൻ്റെ മേക്കപ്പിൻ്റെ ഒരു വൈറ്റ് പെയിൻറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ മുട്ടായിയും കുറച്ച് തിന്നാൻ കുറച്ച് പഴവും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ ദേവിനോട് പറഞ്ഞു നിങ്ങൾ എവിടെയുള്ളത് എന്ന് പറഞ്ഞ് ദേവ് ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ ഗൈസ്. അടുത്തെത്തിയപ്പോഴേ ഞാൻ എടുത്തത് വീഡിയോ. അപ്പോൾ ഞങ്ങൾ മുട്ടായൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ദേവുവിൻ്റെ നാടോടി നൃത്തം നടക്കുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. വേദി 1 കേട്ടോ ഗൈസ്. അടിപൊളി സ്റ്റേജായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് രാത്രിക്കത്തെ. അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ ചുറ്റിയായിരുന്നു കെട്ടിയത്. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മടി. അപ്പോൾ ഞാൻ ഫുൾ അഴിച്ചിട്ട് തന്നെ ഒരു ഭ്രാന്തിയുടെ ലുക്ക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങി. അങ്ങനെ നമ്മൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. 5 മണിക്കാണ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം മേക്കപ്പ് മാനൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചെയ്യാം, പക്ഷേ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല സമയം വേണം കേട്ടോ മേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാനാണ് മേക്കപ്പ് ചെയ്യണം, ആ കാര്യം ഞാൻ പറയാൻ മറന്നു പോയിട്ടോ ഗൈസ്. അപ്പോൾ മേക്കപ്പൊക്കെ തീർന്നിട്ടുണ്ട്. എൻ്റെ ഒരുക്കങ്ങളെല്ലാം മേക്കപ്പൊക്കെ തീർന്നു കഴിഞ്ഞ് അവസാനം ഒരു തല്ലിക്കുട്ടി മേക്കപ്പുകളായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നല്ലപോലെ റെഡിയായിരുന്നു കേട്ടോ, ഞാനും അമ്മയും. അപ്പോൾ അമ്മയാണ് ഹെയർ സെറ്റ് ചെയ്യണത്, പിന്നെ ഡ്രസ്സിങ്ങൊക്കെ അമ്മയാണ്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ സഹായിച്ചു കൊടുക്കും, മുടിയൊക്കെ കെട്ടാനും വലയൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാൻ സഹായിച്ചു കൊടുക്കും. ഞാൻ മേക്കപ്പ് ചെയ്ത്. അപ്പോൾ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ ഭരതനാട്യത്തിൻ്റെ ഈ ഡ്രസ്സ് അമ്മ തയ്ച്ചതാണ് കേട്ടോ ഗൈസ്. ഭരതനാട്യത്തിൻ്റെ നാടോടി നൃത്തത്തിൻ്റെ അമ്മയാണ് തയ്ച്ചത്. അപ്പോൾ ജില്ലയിൽ ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. അപ്പോൾ ജില്ലയിൽ മേക്കപ്പ് ചെയ്തപ്പോൾ ദൈവമേ എൻ്റെ മേക്കപ്പിനൊക്കെ ഫസ്റ്റ് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും അതിന് സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദക്ഷിണ കൊടുക്കണ ചടങ്ങിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ദക്ഷിണൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നല്ല ടെൻഷനുണ്ട്, അവൾക്കും ടെൻഷനുണ്ട്, ഞങ്ങൾക്ക് അതിലേറെ ടെൻഷനാണ്. സ്റ്റേജിൽ കയറി ഒന്ന് ഇറങ്ങുന്നിടം വരെ ഭയങ്കര നെഞ്ചൊരു പടപടപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ദേവു ലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് ഈ മേക്കപ്പൊക്കെ ചെയ്തിട്ട് എനിക്ക് നന്നായോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് പറ്റുന്ന കോൺഫിഡൻസോടെ ഞാൻ ദേവുവിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പും ഡ്രസ്സിങ്ങും ഹെയറിങ്ങും ഒക്കെ സെറ്റായതെല്ലാം കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ട് വേണം ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നാടോടി നൃത്തത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ദേവുവിന് എന്താണ് ഇപ്പോൾ സ്റ്റേജിലേക്ക് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ്ങും ഒക്കെ അമ്മ തയ്ച്ചിട്ട് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവുവിന് സ്കൂൾ കലോത്സവവും സബ് ജില്ലാ കലോത്സവവും പിന്നെ ജില്ലാ കലോത്സവവും പിന്നെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ പരിപാടി എല്ലാം കൂടി ഒരുമിച്ച് വന്നുകൊണ്ട് സ്റ്റേറ്റ് കലോത്സവം ആയപ്പോഴത്തേക്കും പൈസയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഞാൻ അതിൽ തൃപ്തിപ്പെട്ടു, ഞാനും അമ്മയും. ദേവുവിനും നല്ല തൃപ്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിന് ടാറ്റ ബബായ് സി യു പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ തിരിച്ച്. നമ്മൾ ദേവുവിൻ്റെ ഡാൻസിൻ്റെ കുറച്ച് വീഡിയോസ് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഫോട്ടോസും കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം.
ദേവുവിന് എ ഗ്രേഡ് ഉണ്ട്, 6ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ബൈ.